ഹലോ, എല്ലാവരും എന്തെടുക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് വന്നേക്കുന്നുണ്ടല്ലോ കുറച്ച് ഫ്ലിപ്കാർട്ട്, മീഷോ പ്രോഡക്ട്സ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ. അതിൽ ഡ്രസ്സ് ഉണ്ട്, ചെരുപ്പുണ്ട്, കുട്ടികൾക്കുള്ളതുണ്ട്, എല്ലാം കൂടെ ഒന്നിച്ചൊന്ന് മിക്സ് ആക്കിയിട്ട് കാണിച്ചു തരാവേ. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ദേ ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച സൂക്കിൻ്റെ ബാഗാട്ടോ. സൂക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന അറിയില്ല, നല്ല ബ്രാൻഡ്, അടിപൊളി ഒരു ബ്രാൻഡാണ്. പലർക്കും അറിയായിരിക്കും. ഞാനിപ്പോഴാട്ടോ അറിഞ്ഞ ഇങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ നല്ലൊരു ബ്രാൻഡ് ആണ് സൂക്ക്. സൂക്കിൻ്റെ ഏറ്റവും ലോവസ്റ്റ് റേഞ്ചിലുള്ള 500ൻ്റെ ബാഗാണ് ഞാൻ വാങ്ങിയത്. നമുക്ക് സ്റ്റാർട്ടിങ് അങ്ങനെയല്ലേ പറ്റുള്ളൂ. 500 സംതിങ്, 570 രൂപ എങ്ങാണ്ടായിട്ടുണ്ട് ഈ ബാഗിന്. അടിപൊളി ബാഗാണ്, നല്ല ക്വാളിറ്റിയാണ്, ഒന്നും പറയാതെ വയ്യ. നമുക്ക് അത്യാവശ്യം വെയിറ്റ് ഉള്ള സാധനം ഇട്ടാലൊന്നും ബാഗ് ഒരു രക്ഷ ഉണ്ടാവില്ല, അടിപൊളിയാണ്. കുറേ പ്രിന്റിൽ അവർക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. 500 തൊട്ട് സ്റ്റാർട്ടിങ്, പിന്നെ മുകളിലേക്ക് ഇഷ്ടം പോലെ ഉണ്ട് സൂക്കിന്. ഫ്രണ്ട് ഇങ്ങനെ വരുന്നു, അകത്ത് ഒരു സിബും കൂടെ വരുന്നുണ്ട്, പിന്നെ 2 പൗച്ച് പോലെ, സിബ് ഇല്ലാതെ 2 സെക്ഷൻ വരുന്നുണ്ട്. ഫോണൊക്കെ നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഐറ്റം വരുന്നുണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ ഒരു സിബും കൂടെ വരുന്നുണ്ട്. വള്ളിയൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റിയാണ്, അടിപൊളി മെറ്റീരിയലാണ്, ഒന്നും പറയാനില്ല. എന്താണേലും സൂക്ക് മേടിച്ച് വെക്കണം എന്നുള്ളവർക്ക്, അല്ല സൂക്കിന്റെ ബാഗ് മേടിക്കണം എന്നുള്ളവർക്ക് ഇതൊരു അടിപൊളി ഓപ്ഷൻ എന്നായിട്ട് എനിക്ക് പറയാനുള്ളൂ. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഏതെങ്കിലും പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഒന്ന് കമന്റ് ചെയ്താൽ മതി, ലിങ്ക് ഞാൻ അയച്ചു തരാം. അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാൻ പറ്റുന്ന കിട്ടുന്ന ലിങ്കൊക്കെ ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. പറയാൻ പറഞ്ഞു, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയറോ കമന്റോ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ മീഷോയിൽ നിന്ന് തന്നെ വാങ്ങിയ 3 പാക്കറ്റ് ക്ലേ ആണ്. ഈ പിള്ളേർക്ക് കളിക്കാനായിട്ട് ഓരോ കളറിൽ കിട്ടുന്ന ക്ലേ ആണ്. 3 പാക്കറ്റ് ഉണ്ടായിരുന്നു, അതിൽ ഒരു പാക്കറ്റ് ഞങ്ങൾ ഓൾറെഡി പൊട്ടിച്ചെടുത്തു. ഞങ്ങൾ ഇതിന് മുമ്പും ഇതേ ക്ലേ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ ഡീലറിന്റെ കയ്യിൽ നിന്ന് തന്നെ ക്ലേ ഓർഡർ ചെയ്ത് ഞങ്ങൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരുന്നു. എന്നിട്ട് അതെല്ലാം പോയി. ക്ലേ എന്ന് പറഞ്ഞ ഈ സാധനം പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ അത് ഡ്രൈ ആയിട്ട് അത് പോകും, പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് പാക്ക് ചെയ്ത് അത് ലോക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഈ സാധനം പിന്നെ നമുക്ക് ഉപയോഗിക്കാനേ പറ്റൂല. ആ എടുത്തൊരു കളർ അത് വേസ്റ്റ് ആയി പോകും. അങ്ങനെയാണ്. അപ്പൊ അത് നേരത്തെ ഉണ്ടായിരുന്ന കുറെ പിള്ളേർക്ക് അത് ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുത്ത്, ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുത്ത് അത് തീർത്തായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം ഒന്നുകൂടെ ഓർഡർ ചെയ്തതാണ്. ഒന്നുകൂടെ ഓർഡർ ചെയ്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ഇപ്രാവശ്യം അവർ പറ്റിച്ചു. അതായത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഇവിടെ സിബ് ലോക്ക് ആയിരുന്നു. നമുക്ക് തിരിച്ച് സാധനം എടുത്ത് വെച്ചിട്ട് ലോക്ക് ചെയ്ത് വെച്ച അത്യാവശ്യം എയർ കയറാതെയൊക്കെ ഇരിക്കുമായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അതേ ഡീലറിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്തിട്ട്, സെയിം നേരത്തെ ഓർഡർ ചെയ്ത അതേ ഐറ്റം തന്നെ ഒന്നുകൂടെ ഓർഡർ ചെയ്തിട്ട് അവർ ഇങ്ങനത്തെ കവറിൽ തന്നു. നമുക്കിത് പൊട്ടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് പാക്ക് ചെയ്യാൻ പറ്റില്ലാത്ത കവറാക്കി തന്നു. അത് ഭയങ്കര മോശമായി പോയി എന്ന് വേണം എനിക്ക് പറയാനായിട്ട്. കാരണം 3 പാക്കറ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് തന്നെ 12 കളർ എങ്ങാണ്ടുണ്ട്. 12, 12, 12, 36. അത്രയെണ്ണം ഇങ്ങനെ ആ പാക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതെല്ലാം പൊട്ടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വേസ്റ്റ് ആയി പോകും, എയർ കയറി അത് പോകും. അപ്പൊ ആ ഡീലർ ഭയങ്കര മോശമായിപ്പോയി ചെയ്തത്. ആ ഡീലറിന്റെ മേടിക്കരുത്. അത് ഞാൻ കമന്റ് ഇട്ടേക്കാം, നിങ്ങൾ അത് വാങ്ങരുത്, അത് പറയാൻ വേണ്ടിട്ടാ. 130 രൂപ സംതിങ് ആയിട്ട് ഉണ്ടായിരുന്നു. 130 ഇല്ലാന്ന് തോന്നുന്നു. ഞാൻ ഏറ്റവും കുറച്ചോ നോക്കി മേടിച്ചതായിരുന്നു. നേരത്തെ ഓർഡർ തന്നെ ഞാൻ ചെയ്തിട്ട് അവരിങ്ങനത്തെ ചതി കാണിക്കുമെന്ന് വിചാരിച്ചതല്ല. എന്ത് പറയാം. അപ്പോൾ നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതും ഒരു മീഷോ ഐറ്റം ആണ്. മീഷോയിൽ നിന്ന് ഞാൻ 170 രൂപയ്ക്ക് മേടിച്ച സാൻഡിൽസ്. 170 രൂപയ്ക്കുള്ളതുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. കാണാനൊക്കെ കൊള്ളാം, നല്ല ലുക്കൊക്കെ ഉണ്ട്, നല്ല കളറൊക്കെ ഉണ്ട്, ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ ഇടാൻ അത്ര കംഫർട്ട് ഇല്ല. കാരണം ഇവിടെ ഈ നമ്മൾ ടോ ഹോൾഡ് എന്ന് പറഞ്ഞ സാധനല്ലേ, നമ്മൾ ഇറക്കി പിടിക്കുന്ന ആ ഒരു സംഭവം, അതില്ലാത്തതുകൊണ്ട് കാലിങ്ങനെ തെന്നി പോണ പോലെയൊക്കെ ജസ്റ്റ് തോന്നും. പിന്നെ നടക്കുമ്പോൾ ടക്ക് ടക്ക് എന്നുള്ള ഒച്ചയും കേൾക്കും. ആ ഒരു ബുദ്ധിമുട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ 170 രൂപയ്ക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല. എനിക്ക് മാറി ഇടാൻ ഭയങ്കര ഇഷ്ടമായി ചെരുപ്പുകൾ. അപ്പൊ ഈ 170 രൂപയുടെ ആണെങ്കിലും 2-3 മേടിച്ച് വെച്ചിട്ട് ഓരോ ഒക്കേഷനും ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഓരോ ഡ്രസ്സിനനുസരിച്ചൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ മേടിച്ചു വെച്ചാൽ. അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യാൻ നല്ല ഐറ്റമാണ്. കാണാനൊക്കെ കൊള്ളാം. പെട്ടെന്ന് 170 അതൊന്നും അങ്ങനെ തോന്നില്ല എന്നാണ് എനിക്ക് തോന്നണേ. അപ്പൊ മാറിയിടാൻ ഇഷ്ടമുള്ളവർക്ക് നല്ല ഓപ്ഷൻ ആയിരിക്കും. അല്ലാത്തവര് കംഫർട്ടാണ്, ഡെയിലി വെയറിനൊക്കെ ആണെങ്കിൽ ഇതൊന്നും മേടിക്കാൻ നിൽക്കരുത്. എന്റെ ലിങ്ക് വേണ്ടവര് കമന്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോ ഇനി നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാല് ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ ഞാൻ മേടിച്ച 150 രൂപയുടെ ഒരു ബുക്കാട്ടോ. ബുക്ക് ഞാൻ എൻ്റെ വീഡിയോയിൽ ഫസ്റ്റ് ടൈമാണ് കാണിക്കുന്നത്. ഒരു ബുക്കിന്റെ റിവ്യൂ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. വേറൊരു യൂട്യൂബർ റെക്കമെൻഡ് ചെയ്തതാട്ടോ ഈ ബുക്ക്. അപ്പൊ അവരുടെ കമന്റിൽ താഴെ കുറേ പേര് ഈ ബുക്ക് അടിപൊളിയാണ്, നല്ലതാണെന്നൊക്കെ പറഞ്ഞ കേട്ടപ്പോൾ എനിക്കൊരു കൊതി.
ബുക്ക് വായിച്ചിട്ട് കുറേ നാളായെന്ന് വെച്ചാൽ എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല ബുക്ക് വായിക്കാനായിട്ട്. അത്രയ്ക്ക് കുത്തിയിരുന്ന് വായിക്കാനുള്ള ക്ഷമയൊന്നും ഇല്ലെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. കാരണം ഒരു ബുക്ക് വായിക്കാന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് നന്നായിട്ട് ക്ഷമയോടുകൂടി ഇരുന്ന് വായിക്കണം. അപ്പോൾ ആ ക്ഷമയൊന്നും എനിക്കില്ല. എനിക്ക് ബുക്ക് വായിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ലെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ബുക്ക് കൈ കിട്ടി വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ബുക്ക് വായിക്കാനുള്ള ക്ഷമയില്ലായ്മ അല്ലായിരുന്നു എൻ്റെ പ്രശ്നം, നല്ല ബുക്ക് കിട്ടാത്തതായിരുന്നു എൻ്റെ പ്രശ്നം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും ഇതുപോലെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. നല്ല ബുക്ക് കണ്ടുപിടിച്ച് വായിക്കാത്തതുകൊണ്ടായിരിക്കും പലർക്കും പറ്റാത്തത്. നേരത്തെ ഞാൻ ഇവിടെയുള്ള അച്ഛന് ചെറിയ ലൈബ്രറി ഉണ്ട്. അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ വലിയ വലിയ ബുക്കുകളാണ്, വലിയ വലിയ കൃതികൾ ബഷീറിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വായിക്കാൻ എടുക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവണില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റണില്ലായിരുന്നു. അപ്പം ഞാൻ ഓർത്തു, എനിക്ക് വായനാശീലമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും എനിക്കിതൊന്നും പറ്റാത്തതെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ബുക്ക് കൊള്ളാട്ടോ. അത്ര വലിയ സംഭവബഹുലമായ ബുക്ക് ആണെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു ചെറിയ കഥ, ഒരു ചെറിയൊരു പെൺകുട്ടി, 22 വയസ്സായ കുട്ടി ബാംഗ്ലൂർ ജോലിക്ക് പോകുന്നു, അങ്ങനെയുള്ള ചെറിയ കഥ, അവളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ നിമിഷങ്ങൾ, കാര്യങ്ങൾ, അങ്ങനെയുള്ളൊരു ചെറിയ ബുക്കാണ്. പക്ഷെ അത് എഴുതിയേക്കുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റഡ് ആയിട്ട് തോന്നി. അങ്ങനെ ആ ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിൽ എഴുതിയിട്ട് ഉള്ളൊരു കഥയാണ്. ഈ ബുക്കിന്റെ എൻഡിങ്ങിലാണേലും അവർ അവസാനിപ്പിച്ച് നിർത്തിയേക്കുന്നത്, നമ്മൾ മാത്രമേ ഉള്ളൂ, നമുക്ക് സന്തോഷം നൽകാൻ നമ്മളാണ് വേണ്ടത്, വേറൊരാളെയും കാത്തിരിക്കരുത് സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്ന് അവസാനിപ്പിച്ച് നിർത്തിയേക്കും കേട്ടോ. അതല്ലാട്ടോ കഥ നിങ്ങൾ ബുക്ക് വായിച്ചാലേ മനസ്സിലാവുള്ളൂ. ഞാൻ സ്റ്റോറി ഒന്നും പറയുന്നില്ല. അപ്പോൾ 150 രൂപയ്ക്ക് ഇതും ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് എനിക്ക് തോന്നി. ഇത് പറ്റുമെങ്കിൽ ഗിവ് അവേ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആർക്കെങ്കിലും ബുക്ക് വായിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ കേട്ടോ, അടുത്ത എപ്പോഴെങ്കിലും അത് ചെയ്യണം, ഗിവ് അവേ. നിംന വിജയ് എന്ന് പറഞ്ഞ എഴുത്തുകാരിയുടെ ഇവരുടെ സെക്കൻഡ് ബുക്ക് കണ്ടാന്ന് തോന്നിയത്. ഫസ്റ്റ് ബുക്ക് അങ്ങനെയാണെങ്കിൽ വായിച്ച് നോക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ ഈ 700 രൂപയ്ക്ക് മേടിച്ച ഫുട്വെയർ ആണ്. ഇത് അത്ര കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ കാലിൽ ഇടുമ്പോഴത്തേക്കും കാലിൽ എന്തോ കുരു വന്ന പോലത്തെ ഒരു എഫക്റ്റ് ആണ്. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാനിത് റിട്ടേൺ അടിച്ചു. പിന്നെ ഇതേ ഐറ്റം തന്നെ മീഷോയിൽ ഒരു 300 സംതിങ് റേഞ്ചിലുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് മേടിച്ച് ട്രൈ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ശരി, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ കുഞ്ഞു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതാണ് എൻ്റെ കാലിട്ടിട്ടുള്ള രൂപം, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എൻ്റെ ചാനൽ അഫോർഡബിൾ ആയിട്ടുള്ള ബാഗ്സ്, ഫുട്വെയർ, കുർത്തീസിൻ്റെ ഒക്കെ കളക്ഷൻ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടോ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സി യു, ടേക്ക് കെയർ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.